തിരുവനന്തപുരത്ത് ED റെയ്ഡിനോട് അനുബന്ധിച്ചുണ്ടായ അതിക്രമങ്ങൾ CPM നേതാക്കളും അതുപോലെ തന്നെ CPM പ്രവർത്തകരും പിണറായി വിജയന്റെ ആരാധകരും ചേർന്ന് അഴിച്ചുവിട്ട ആക്രമണത്തെ വീണ്ടും ന്യായീകരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ. പിണറായി വിജയൻ ഈ കേസിൽ പ്രതിപട്ടികയിലേ ഇല്ല. അദ്ദേഹത്തിന്റെ മകളാണ് ഇതിൽ കുറ്റാരോപിത. പിന്നെ പിണറായി വിജയനെതിരെയുള്ള കേസാണ് ഇത് എന്ന് സാധാരണ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചാണ് MV ഗോവിന്ദൻ ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ 14 ജില്ലകളിലെയും LDFന്റെ CPMന്റെ പ്രതിഷേധങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും അതിശക്തനായ നേതാവാണെന്നും അദ്ദേഹം ഒരു കുന്തമുനയാണ് എന്നുമാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇത്തരം പ്രസംഗങ്ങളിലൂടെ ഒരു തരത്തിൽ സമര കലാപങ്ങൾക്കുള്ള ആഹ്വാനമാണ് മുതിർന്ന നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുപോലെ സഖാക്കളെ തെരുവിൽ അഴിച്ചുവിട്ട് അതിക്രമം നടത്താൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിക്കും കലാപാഹ്വാനത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ് നിയമപരമായി. ഒപ്പം ബിനോയ് വിശ്വവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്പം ചെറുതായിരുന്നുവെങ്കിലും അദ്ദേഹവും ആഹ്വാനം ചെയ്തത് ഇത്തരം തെരുവിൽ കലാപം നടത്തണം എന്ന് തന്നെയാണ്. ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കുറെ CPM പ്രവർത്തകരും CPM അണികളും അനുഭാവികളും ഇനിയും വിവിധ പ്രദേശങ്ങളിൽ തെരുവിൽ ഇറങ്ങും. പക്ഷേ അവർക്കൊക്കെ സാധാരണഗതിയിലുള്ള നിയമ കാര്യങ്ങളെ നേരിടേണ്ടി വരികയുള്ളൂ. EDയെ ആക്രമിച്ചവർക്ക് അതല്ല നേരിടേണ്ടി വരുന്നത്. ബാക്കിയുള്ള ദിവസം തീഹാർ ജയിലിൽ സുഖമായി കഴിയാം. വടക്കേന്ത്യൻ ഭക്ഷണമൊക്കെ കഴിച്ച് തീഹാർ ജയിലിൽ സുഖവാസത്തിന് പോകാനായി തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട പല നേതാക്കളും തയ്യാറെടുത്തു കഴിഞ്ഞു. ചിലരൊക്കെ ഒളിവിലുമാണ്. തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് CPMന്റെ ഒരു തന്ത്രം. ദേശാഭിമാനിയും കൈരളിയും മാത്രം കാണുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ, SFIO ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെ ED എന്തിനാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ശശിധരൻ കർത്ത ഇയാളുടെ കമ്പനിയുമായി കേരള സർക്കാരിനുള്ള ബന്ധം, കേരള വ്യവസായ വകുപ്പിന് ഉള്ള ബന്ധം, KSIDCക്കുള്ള ബന്ധം, ഇയാൾ കാലങ്ങളായി നമ്മുടെ കരിമണൽ ഊറ്റി വിറ്റുകൊണ്ടിരിക്കുന്നു. ഇയാൾ കരിമണൽ കർത്ത എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിനാണ് 2,78,00,000 രൂപ മകൾ വശം ഇപ്പോൾ പിണറായി വിജയന് കൈക്കൂലിയായി നൽകിയത് എന്നത് സുവ്യക്തം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പിണറായി വിജയനെ ആവശ്യമില്ലാതെ ED ആക്രമിക്കാൻ വരുന്നു, അറസ്റ്റ് ചെയ്യാൻ വരുന്നു, പിടിച്ച് ജയിലിലിടാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീണ തൈക്കണ്ടി എന്ന പേര് പോലും പരാമർശിക്കാതെയാണ് MV ഗോവിന്ദനെ പോലുള്ള നേതാക്കൾ പലയിടങ്ങളിലും പ്രസംഗിക്കുന്നത്, ഇന്നലെ മുതൽ തന്നെ പ്രസ്താവനകൾ നടത്തുന്നത്. ഇത് ശരിക്കും കലാപാഹ്വാനം തന്നെയാണ്. ഇത് വരും ദിവസങ്ങളിൽ തെരുവിൽ ഇതൊക്കെ തന്നെ അക്രമാസക്തമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുതന്നെയാണ് CPMന് വേണ്ടതും. ഈ തോൽവിയിൽ നിന്ന് ഈ മാധ്യമ ശ്രദ്ധയൊന്ന് തിരിച്ചുവിടാൻ വേണ്ടി മനഃപൂർവ്വം കലാപങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നും പറയപ്പെടുന്നു.